പ്രവചനം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ജീവിതവും കൂടെ ഉണ്ടാകണം. കൃപാവരങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ലൈഫ് കൂടെ ഉണ്ടാകണം. ഞാൻ ചില ദിവസമൊക്കെ എൻ്റെ വിഷമം കൊണ്ടാണ് ചിലപ്പോൾ പറയുന്നതെങ്കിലും എനിക്കങ്ങനെ പറയാനൊരു സാക്ഷ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് ഇതേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ പേഴ്സണലായ കാര്യങ്ങൾക്ക് കടം വാങ്ങിയോ, നിങ്ങളെ അപകരിക്കുകയോ, നിങ്ങളുടെ കഴുതയോ വാങ്ങിക്കുകയോ, നിങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ ഒരു മനുഷ്യനും കൈവക്കാൻ കഴിയില്ല. നമ്മളങ്ങ് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയല്ല. എന്നിൽ ഒരുപാട് ദൈവം അറിയുന്നു എന്നെ. ഞാനും ഒത്തിരി കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാനുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി ഇതൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അറിവില്ലാതെയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ മനുഷ്യന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. വല്ലവനെയും ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടോ? വല്ലവന്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെ അവന്റെ അഭിഷിക്തന്റെ മുൻപാകെ എന്റെ നേരെ സാക്ഷീകരിപ്പിൻ. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരാം. സ്തോത്രം. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ബൈബിളിലെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ പറഞ്ഞേ. ബൈബിളിലെ 3 പുസ്തകങ്ങൾ ദൈവ സാമുവേലിനെ കൊണ്ട് എഴുതിച്ചു, അല്ലെങ്കിൽ രചിച്ചു. ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ. രൂത്തിന്റെ പുസ്തകം എഴുതിയാരാ? നവോമിയോ? രൂത്തിന്റെ പുസ്തകം എഴുതിയാരാ? സാമുവേൽ. ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയാരാ? സാമുവേൽ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം എഴുതിയാരാ? സാമുവേൽ. നോർത്ത് നോക്കിയേ, പ്രാർത്ഥനയുടെ മറുപടിയാണ് ആ മനുഷ്യൻ. ഹന്ന കാത്തിരുന്ന് കിട്ടിയതാണ്. ഒത്തിരി നിന്നയും പരിഹാസവും കേട്ടിട്ട് കിട്ടിയതാണ്. ഈ ഒത്തിരി നിന്നയും പരിഹാസവും ഒക്കെ കേട്ടിട്ട് ദൈവം ചിലതൊക്കെ എടുത്ത് കയ്യിലോട്ട് തരും. അത് ബോംബായിരിക്കും. ചെറിയ സാധനമൊന്നും ആയിരിക്കുകയില്ല. പറയാൻ നിന്നാ ഒത്തിരി കഥ പറയണം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഫെലിസ്ത്യരുടെ ആധിപത്യങ്ങളെ അവസാനിപ്പിച്ചവനാണ്. ഈ പ്രവചനാത്മാവിനെ പകരുന്നത് വേറൊരു തലമാണ് പുള്ളിയുടെ. ഇമ്പാർട്ടേഷൻ കേൾക്കാൻ താല്പര്യമുണ്ടോ? ശൗല് വീട്ടിൽ വന്നു. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 9, 10, 11, 12 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ശമൂവേലിന്റെ അടുത്തുനിന്ന് ശൗല് പോയത് ഒറ്റ ദിവസം, ഒറ്റ നൈറ്റ്, ഒറ്റ ഡേ വിട്ടുപിരിഞ്ഞപ്പോ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അടുത്ത വാക്യം. അവർ അവിടെ ഗിരിയെങ്കിൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെ എതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. സാമുവേലിന്റെ അടുത്തുനിന്ന് ഒരുത്തൻ പ്രാർത്ഥനയും മേടിച്ച് ഓയിൽ ഒഴിച്ചുള്ള അഭിഷേകവും മേടിച്ചോണ്ട് പോയാൽ അടുത്ത മണിക്കൂറിൽ ഈ പുള്ളിയെ പണ്ട് കണ്ടവർക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റൂല. എന്നോ മിനിസ്ട്രിയാന്നൊക്കെയാ പറയുന്നത്. പ്രവചിക്കുകയാണ്. ഇനി മക്കളെ, എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയൊരു കാര്യം, ഈ സാമുവേല് ദാവീദിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ശൗലിന് അറിവ് കിട്ടി. പിടികിട്ടിയോ? ശൗൽ എന്ത് ചെയ്തെന്നറിയോ? സാമുവേലിന്റെ അടുക്കൽ വഴക്കുണ്ടാക്കാനും സാമുവേലിന് വിരോധമായിട്ട് ഇറങ്ങി വന്നു. നമ്മുടെ ഭാഷയെ പറഞ്ഞ സാമുവേലിൽ നിന്ന് 2 കൊടുത്തിട്ടേ ഉള്ളു കാര്യം എന്ന രീതിയിൽ ശൗല് സാമുവേലിന്റെ വീട്ടിൽ വന്നു കയറിയതും ചടപടപടാന്ന് പ്രവചിക്കാൻ തുടങ്ങി. പുള്ളിയുടെ അടുത്ത് വരാൻ പറ്റുകയില്ല. വായിച്ചിട്ടില്ലേ? വായിച്ചോ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 19-ാം അധ്യായം 20, 21, 22, 23. അത് വായിച്ചിട്ട് പോയാൽ മതി. വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവർ തലവനായിരിക്കുന്നത് കണ്ടപ്പോൾ. പ്രവാചക സംഘത്തിന്റെ തലവനായിരിക്കുന്ന ആരാ? ശമൂവേൽ. ഓക്കെ. ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലും വന്നു. ഈ ദാവീദിനെ പിടിക്കാനാണ് ഇവർ വരുന്നത്. വന്നു കയറിയത്
സാമുവേലിന്റെ അടുത്താണ്, പിടിക്കാൻ വന്നവരാണ്. അവിടെ എത്തിയതും ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേളിലും വന്നു, അവരും പ്രവചിച്ചു. അടുത്ത വാക്യം, ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു, അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. പുള്ളി അടുത്തോട്ട് ആരൊക്കെ വരും അവർ പ്രവചിക്കും. അടുത്ത വാക്യം, ശൗൽ പിന്നെ 3-ാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു, അവരും പ്രവചിച്ചു. പിന്നെ അവൻ തന്നെ രാമയിലേക്ക് പോയി സേക്കുവിലെ വലിയ കിണറ്റിങ്ങിലെത്തി. ശമൂവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവർ രാമയിലെ നയോത്തിൽ ഉണ്ട് എന്ന്. രാമയിലാണ് സാമുവേലിന്റെ വീട്. അടുത്ത വാക്യം, അങ്ങനെ അവൻ രാമയിലെ നയോത്തിൽ ചെന്നു. അങ്ങനെ ശൗലും എവിടെ എത്തി? രാമയിൽ എത്തി. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലും വന്നു. അവൻ രാമയിലെ നയോത്തിൽ എത്തും വരെ പ്രവചിച്ചു നടന്നു. പട്ടണത്തിൽ ഒരുത്തൻ കേറിയാൽ പ്രൊഫറ്റിക് മൂവി. പിടിക്കാൻ വന്ന, പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരും പ്രവചിച്ചു. പ്രാർത്ഥനയുടെ മറുപടി കേട്ടോ. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകനായിരുന്നു സാമുവേൽ. നിങ്ങൾ ഇതുപോലെ എഴുതുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്ന എത്രാമത്തെ പോയിന്റാ? 16. 14 ഫെലിസ്ത്യരുടെ ആധിപത്യം അവസാനിപ്പിച്ച, ഞാൻ ഇതിലേക്ക് വരിക. 15 പ്രവചനാത്മാവിനെ പകരുന്നവൻ. 16 മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകൻ. ബൈബിളിൽ എഴുതിയിരിക്കുക. 1 ശമൂവേൽ 12:2. 1 ശമൂവേൽ 12:2. താങ്ക് യു ജീസസ്. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചുരുമായി. എന്റെ മക്കൾ നിങ്ങളോട് കൂടെയുണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. എന്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ഞാൻ ഇസ്രായേൽ ജനതയ്ക്ക് നായകനായിരുന്നു. വേറൊരു നായകന്റെ പേര് പറ. മോസസ്. ഞാൻ ഇസ്രായേൽ ജനതയുടെ നായകനായിരുന്നു എന്ന് മോശ കഴിഞ്ഞ് വേറെ ആർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? ചേർന്ന് രാമയും പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വരട്ടെ. 17 വാർദ്ധക്യം വരെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ആയുസ്സോടിരുന്ന് ശുശ്രൂഷ ചെയ്തവൻ. The name of Jesus, I release that word over here. Receive it in the name of Jesus. Amen. Amen. ഇനി ഞാൻ എടുത്ത വാക്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ റെഡിയാണോ? Yes. ഒരു 10 മിനിറ്റ്. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ വലിയതായിട്ട് എന്തെങ്കിലും എന്നെ നോക്കി 10 മിനിറ്റ് ശ്രദ്ധിക്കാൻ തയ്യാറാണോ? അത്യാവശ്യമുള്ളവർക്ക് പോകാം കേട്ടോ, അത്യാവശ്യമുള്ളവർക്ക് പോകാം. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ വേറെ അത്യാവശ്യം കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. വായിച്ചോ, നമ്മൾ ഇന്ന് എടുത്ത കുറിവാക്യം. മെസ്സേജ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സാമുവേൽ ആരാന്ന് പറഞ്ഞ ഇതുവരെ. പിന്നെ ശമൂവേൽ. സാമുവേൽ ആരാന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതുവരെ. ഞാൻ അടുത്ത വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ഷേനിനും മധ്യ നാട്ടി. ഭയങ്കരമായ പ്രതിസന്ധി നടക്കും. ബൈബിൾ എല്ലാം അടച്ചോ, നമ്മൾ ഒരു ഡെലിവറൻസ് സെഷനിലോട്ട് കയറാൻ പോവാ. ഭയങ്കരമായ വെല്ലുവിളി നടക്കുകയാണ്. ഫെലിസ്ത്യന്മാർ അതിശക്തമായ നിലയിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കുകയാണ്. ഈ സമയത്ത് സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. പറഞ്ഞ് പേരിട്ടു. ഒരു കല്ലെടുത്ത് വെച്ചങ്ങ് പോയാ പോരായിരുന്നു. പേരിട്ടു, ഡിക്ലെയർ ചെയ്തു. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഞാന് ആർ യു ലിസണിങ് മീ? കർത്താവ് ഇന്ന് ചിലതിനകത്ത് നിങ്ങളെ വിടുവിച്ചിരിക്കും. എന്തിനു വേണ്ടിയാണ് സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടിയത്? ഇതിന് രണ്ടിന്റെ നടുക്ക് കൊണ്ടുവച്ചിട്ട് ഒരു ഓൾട്ടർ, മിസ്പയ്ക്കും ഷേനും മധ്യയിൽ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. കല്ലെടുത്ത് വെച്ചു, ഒരു ഓൾട്ടർ കൊണ്ടുവന്നു. എന്നിട്ട് അതിന് എബനേസർ എന്ന പേര് വിളിച്ചു. ഈ ഒരൊറ്റ ഡിക്ലറേഷൻ കഴിഞ്ഞതും
ഒന്നും ചെയ്തില്ല. ഫെലിസ്ത്യന്മാരെല്ലാം ഒതുങ്ങി. അവർക്ക് ഇസ്രായേൽ ദേശത്തോട്ട് കേറാൻ പറ്റാതെ വണ്ണം ഈ കല്ലൊരു അതിരായി മാറി. ഞാനിന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ വീടിൽ നിന്ന് സ്വർഗം ഒരു അതിര് വെക്കുകയാണ്. ചില തിന്മകൾ കയറി വരാതെ, ചില വെല്ലുവിളികളെ തടഞ്ഞുകൊണ്ട് ആത്മതലങ്ങളിൽ ചില അതിരുകളെ ജീസസ്. Listen. ഈ മിസ്പയും ഷേനും ഇത് തമ്മിൽ 6.5 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ്. ഷേനും മിസ്പയ്ക്കും 6.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഈ 6.5 കിലോമീറ്ററിന്റെ ഇടയ്ക്ക്, ഇതിന്റെ നടുക്ക് 6.5 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഇച്ചിരി ദൂരമുണ്ട്. ഷേനിലും വെച്ചില്ല, മിസ്പയിലും വെച്ചില്ല. ഇതിന്റെ മധ്യയിൽ പുള്ളി കൊണ്ട് കല്ല് നാട്ടി. പണ്ടൊരിക്കൽ വേറൊരാള് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്ലെടുത്ത് വെച്ചായിരുന്നു. പുള്ളിയുടെ പേര് യാക്കോബ് എന്നാ. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഒരു കല്ലെടുത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചു. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, യാക്കോബിന്റെ ചരിത്രം അതോടുകൂടെ തിരിയുകയാണ്. ഞാൻ ഇനി ഇത് ഈ സ്റ്റോൺ എന്തുവാന്ന് പറയാൻ പോവാ, ഈ കല്ല് എന്തുവാന്ന് പറയാൻ പോവാ. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കല്ലെടുത്ത് വെച്ചു. ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, എന്നെ സഹായിക്കുന്ന പാറ. I'm coming. Hallelujah. ഇനി പ്രാർത്ഥന നടക്കുന്നത് എവിടാന്നറിയോ? ഉപവാസം പ്രാർത്ഥന എവിടാ നടക്കുന്നേ? മൈക്കിലൂടെ പറയാം. എന്താ കുറച്ചു മുമ്പ് വായിച്ചല്ലോ, മിസ്പയിൽ. സമൂഹം എവിടെ ആളുകളെ വിളിച്ചു കൂട്ടിയേ? എവിടെയാ ഉപവാസം പ്രാർത്ഥന നടക്കുന്നേ? മിസ്പയിൽ. പ്രാർത്ഥന നടക്കുന്നത് ഇപ്പൊ ആളുകൾ നിൽക്കുന്നത് മിസ്പയിലാണ്. ഈ ഷേൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത്, ബാറ്റിൽസ്. കാരണം ഷേൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മീൻ തന്നെ ടൂത്ത്, പല്ലെന്നാണ്. പല്ല്. ഷേൻ എന്ന വാക്കിന്റെ അർത്ഥം പല്ലെന്നാണ്. ഹല്ലേലൂയ. എല്ലാത്തിനെയും തവിട് പൊടിയാക്കുന്ന, അകത്ത് കയറുന്നവനെയെല്ലാം പൊട്ടിച്ചോളയും. ഇനി കേട്ടോ, മാനസാന്തരവും ഇന്റർസെഷൻ പ്രയറും നടക്കുന്നത് മിസ്ബയിലാണ്. പ്രസന്റ് പ്ലേസ് ഇപ്പൊ ഒരു നിൽക്കുന്ന സ്ഥലം മിസ്ബയാണ്. പക്ഷെ മിസ്ബയിൽ ഇവർ പ്രാർത്ഥനയിൽ നിൽക്കുന്നു. ശത്രു വരുന്നത് ഷെയ്ൻ ഭാഗത്തു നിന്നാണ്. അതിന്റെ നടുക്ക് ക്രോസ് ചെയ്തുകൊണ്ട് നടുക്ക് ഒരു കല്ല് നാട്ടിയിട്ട് ആ ഓൾട്ടറിനകത്ത് നോക്കി ഒരു ഡിക്ലറേഷൻ ഇട്ടിട്ട്, ഇവർ ഷേനിലും പോകുന്നില്ല, ഇവരെങ്ങും പോകുന്നില്ല, ഇവർ മിസ്ബയിൽ പ്രാർത്ഥനയിൽ തുടരുകയാണ്. ഇത് വേറെ ആർക്കും പിടികിട്ടുന്നില്ല, പക്ഷെ ശത്രുവിന് അടുക്കാൻ കഴിയുന്നില്ല. നിനക്ക് വിരോധമായി വന്നതെല്ലാം ഒതുങ്ങുകയാണ്. ഇന്ന് പകൽ യഹോവ എബനേസറായി നിന്റെ സഹായമായി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഒതുങ്ങാത്തതെല്ലാം പരിശുദ്ധാത്മാവ് തന്റെ ദൂതനെ അയച്ച് ഒതുക്കട്ടെ. ഇത് ഓൾട്ടർ ടു ഓൾട്ടർ ഡീലാണ്. ഇത് അനാത്മീയർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവരോട് പറയാനുണ്ട്, നിങ്ങൾ ഈ ചർച്ചിൽ വന്നിരുന്നാൽ ഇവിടുത്തെ പ്രസൻസ് എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഓൾട്ടർ ടു ഓൾട്ടർ ഡീലാണ്. ഈ നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് ഇരിക്കുവോ? നമ്മൾ ഈ മീറ്റിംഗ് കഴിയുമ്പോഴേ ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞാൽ എന്താ?
ഞാനിപ്പോ ഓൾട്ടർ കോൾ കൊടുത്താൽ നിങ്ങൾ എങ്ങോട്ട് വരും? മുന്നിലോട്ട് വരും, മുന്നിലോട്ട് വരും, മുന്നിലേക്ക് വരും, മുന്നിലേക്ക് വരും, മുന്നിലേക്ക് വരും. ഓൾട്ടർ കോൾ കൊടുത്താൽ എങ്ങോട്ട് വരും? മുന്നിലേക്ക് വരും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾട്ടർ കോൾ തരുന്നു, പ്രാർത്ഥിക്കാനായി വരാന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഗേറ്റ് വഴി ഇറങ്ങി പോവാ, മുന്നോട്ട് വരുമോ? മുന്നോട്ട് വരും. ഈ ചർച്ചിനെ സംബന്ധിച്ച് ഇതിന്റെ ഓൾട്ടർ ആണിത്. Yes, ഇവിടെ നിന്നാണ് ഡീല്. നിങ്ങൾക്ക് വിസമ്മതിക്കാൻ പറ്റുമോ? ഈ പ്ലാറ്റ്ഫോമിൽ കയറി വന്ന അഭിഷിക്തന്മാർ, ഈ ഓൾട്ടറിൽ നിന്ന് ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാർ, ഈ ഓൾട്ടറിൽ വെളിപ്പെട്ട മിനിസ്ട്രി നിമിത്തം എത്രയോ ഫെലിസ്ത്യ ശക്തികളെ സ്വർഗം തകർത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ രോഗികൾ സൗഖ്യമായി, എത്രയോ ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെട്ടു, എത്രയോ ജീവിതങ്ങൾ നവീകരിക്കപ്പെട്ടു, എത്രയോ ജീവിതങ്ങൾ ആത്മഹത്യയിൽ നിന്ന് പുറത്തു വന്നു. തലമുറകളില്ലാത്ത എത്രയോ കുടുംബങ്ങൾക്ക് തലമുറകളെ ലഭിച്ചു. ഓൾട്ടർ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ മറ്റൊരു സംവിധാനം ഇല്ല. ഈ ഓൾട്ടറിൽ ഇറങ്ങുന്ന ഒരു തീയുണ്ട്. ഞങ്ങൾ അതിനകത്ത് ഡീൽ ചെയ്യാം. ഞാന് എന്തോ ഒരു ഭയങ്കര ഡെലിവറൻസിലായിട്ട് കയറുന്ന എനിക്കറിയാം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 14-ന്റെ 13, 15-ന്റെ 13, ന്യായാധിപന്മാർ 15-ന്റെ 13. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. ശിംശോനെ ഫെലിസ്ത്യന്മാര് 2 പുതിയ കയറുകൊണ്ട് കെട്ടി. പറഞ്ഞ പുതിയ കയറ്. പുതിയ കയറ്. പിശാചിന്റെ കയ്യിൽ എപ്പോഴും പുതിയ കയറുകളാണ്. പൈശാചിക ലോകത്തിന് എപ്പോഴും പുതിയ സ്ട്രാറ്റജികളാണ്. നമ്മൾ അനുഭവിച്ച 40 വയസ്സുള്ള, 50 വയസ്സുള്ള, 70 വയസ്സുള്ള, 60 വയസ്സുള്ള, 80 വയസ്സുള്ള നിങ്ങളും ഞാനും അനുഭവിച്ച യുദ്ധമല്ല ഇന്നത്തെ പിള്ളേർ അനുഭവിക്കുന്നത്. പൈശാചിക ലോകത്തിന് എപ്പോഴും പുതിയ കയറുകളുണ്ട്. പക്ഷേ ഇതെല്ലാം തകർക്കാൻ ദൈവത്തിന് ആ പഴയ തീയെ ഉണ്ട്. എല്ലാ ഡിമോണിക് സ്ട്രാറ്റജികളും ആത്മലോകത്തിൽ അവൻ കൊണ്ടുവരുന്ന സകല പുതിയ കയറുകളും, പിശാചേ നിന്റെ സകല പുതിയ കയറുകളും, 1 കെട്ടല്ല 2 കെട്ടിട്ട് കെട്ടുന്ന സകല കയറുകളും തീ കൊണ്ട് ഉത്തരമാരുള്ളൂ. 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഉടനെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി, അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. വീണ്ടും ആവർത്തിക്കുന്നു, 2025-ലെ പിശാചിന്റെ പുതിയ കയറ് 2024-ലെ കയറല്ലത്. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത്, പിശാചേ നീ എത്ര പുതിയ കയറുമായിട്ട് വന്നാലും ദൈവം പൊട്ടിക്കുവല്ല, പൊട്ടിച്ചാ നീ എടുത്തോണ്ട് വരും. ദൈവം അതിനെ കത്തിക്കുക. നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത നില, നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നില യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ ആരാധനയെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ വിശ്വാസത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ കാത്തിമോളെ
ഈ ഓൾട്ടറിനകത്ത് നിന്ന് ഇന്ന് പകലത് ഞങ്ങൾ ഡീൽ ചെയ്യാം. Yes, we receive it. Yes, hallelujah. എന്റെ ചോദ്യം, ഒന്നിരിക്കോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ സാമുവേൽ ആരാന്ന് പറഞ്ഞേ ഉള്ളൂ. മെസ്സേജ് ഇപ്പോഴാ തുടങ്ങിയ. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടണം. സഭയ്ക്കകത്തുനിന്ന്. ഇത് നാട്ടുകാരോടല്ല, ഇത് അവിശ്വാസിയോട്. ഞാൻ നിങ്ങളോടൊന്നും ഒരു ആർഗ്യുമെന്റിനും വരുന്നില്ല. എനിക്ക് സമയമില്ല, എനിക്ക് ഡിബേറ്റിന് നേരമില്ല സാറേ. എനിക്ക് ഒത്തിരി ആത്മാക്കളെ നേടാനുണ്ട്. Amen. Amen. Yes. പക്ഷെ ഞാൻ വായിക്കുന്ന കാര്യം ഞാൻ വിശ്വസിക്കുക. Hallelujah. യഹോവയുടെ ആത്മാവാണോ ശിംശോന്റെ മേൽ ഇറങ്ങിയേ? ആണെന്ന് പറയണം. അതെ. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങിയപ്പോ കൈ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആകണമെങ്കിൽ ആത്മാവ് ഏത് ഫോമിലാ ഇറങ്ങിയേ? അല്ല, ഈ പിശാചാണോ ശിംശോന്റെ മേളിൽ ഇറങ്ങി? ആത്മാവ് ഇറങ്ങിയപ്പം കയറ് കത്തണം. ഞാൻ ഈ ജനത്തെ വിറകും, എന്റെ വചനത്തെ തീയുമാക്കും. ഞാൻ ഈ ജനത്തെ വിറകും, എന്റെ വചനത്തെ തീയുമാക്കും. My God is a consuming fire. എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Altar to altar. സാമുവേലിന് മനസ്സിലായി, ഈ ഫെലിസ്ത്യൻ ഒതുങ്ങണമെങ്കിൽ സഹായത്തിന്റെ പാറ നടുക്ക് വരണം. സഹായത്തിന്റെ പാറ നടുക്ക് വന്നാൽ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. വാസ്തവത്തിൽ പരിശുദ്ധ ആത്മാവ് ഓൾട്ടർ ടു ഓൾട്ടർ ഡീൽ എന്നൊരു സന്ദേശത്തിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടുകയാണ്. രഫിദീമിൽ വെച്ച് മോശ അമാലേക്യരെ പരാജയപ്പെടുത്തി വരുമ്പോൾ ബൈബിൾ പറയുന്നു, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ മോശ ഒരു യാഗപീഠം പണിതു രഫിദീമിൽ വെച്ച്. അതിന്റെ 15-ാമത്തെ വാക്യം വേർഡ് 15. പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. സാമുവേൽ പേരിട്ടു. ഇന്ന് പകൽ ആത്മതലത്തിൽ ചിലത് പേര് വിളിച്ച് ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ജനത്തിന് യഹോവ എബനേസർ ആയിരിക്കും. ഈ ജനത്തിന് യഹോവ നിസി ആയിരിക്കും. ഈ ജനത്തിന് യാവേ ജൈറ ആയിരിക്കും. മോശയ്ക്ക് മനസ്സിലായി, ജയമുണ്ടാകണമെങ്കിൽ, അമാലേക്യർ ഇനി പൊങ്ങി വരരുതെങ്കിൽ, must build the altar there. Amen. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുത്തൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ നിന്റെ യാഗവസ്തുവിനെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് there is an altar. Yes. പ്രാർത്ഥന ഒരു ഓൾട്ടർ ആണ്. Amen. നിന്റെ വീട്ടിനകത്ത് നീ ബിൽഡ് ചെയ്തൊരു ഓൾട്ടർ ഉണ്ട്. Yes. രാത്രിയുടെ യാമങ്ങളിൽ നീ അതിനകത്തോട്ട് കയറുമ്പോൾ പൈശാചിക ഓൾട്ടറുകളെ മുഴുവൻ Abraham built the altar
അറിയോ, മോറിയയുടെ മലമുകളിൽ ഉൽപ്പത്തി 12:7 അബ്രഹാം ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ആ ഓൾട്ടർ പണിത് ദൈവത്തോട് കാണിച്ച വിശ്വസ്തത നിമിത്തം അബ്രഹാം അവിടുന്ന് തിരിച്ചിറങ്ങി വരുന്നത് സാധാരണ മനുഷ്യനായിട്ടല്ല. പ്രളയം കഴിഞ്ഞപ്പോ ഉൽപ്പത്തി 8:20 നോഹ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ആ ഓൾട്ടറിൽ നോഹ കഴിച്ച യാഗത്തിന്റെ മുൻപിൽ ദൈവം തന്റെ തീരുമാനങ്ങളെ മാറ്റി. അടുത്തൊരു സീസൺ ഉണ്ടാകാൻ പോവുക. ശീതവും ഉഷ്ണവും ഉണ്ടാകാൻ പോവുക. രാവും വർഷവും ഉണ്ടാകാൻ പോവുക. ഇതിലെല്ലാം അപ്പുറമായിട്ട് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ ഇസബേലും ആഹാബും ഏലിയാവിനെ വെല്ലുവിളിക്കുമ്പോ കർമ്മേലിന്റെ മനയിലോട്ട് ഒറ്റയ്ക്ക് കയറി അവനും അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ആ ഓൾട്ടറിന് മുമ്പിൽ ഏലിയാവ് മുട്ടുകുത്തി. തീ കൊണ്ട് ഉത്തരരുളുന്ന ദൈവമേ, തീ കൊണ്ട് ഉത്തരരുളുന്ന ദൈവമേ, ഇസ്രായേലിൽ നീയാണ് ദൈവമെന്ന് ഇവറ്റകൾ തിരിച്ചറിയണം. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന് വിളിക്കുമ്പോൾ അവന്റെ ഓൾട്ടറിൽ വെളിപ്പെട്ട തീയുടെ നടുവിൽ ആ രാജ്യം സത്യദൈവത്തെ തിരിച്ചറിഞ്ഞു. പറയാൻ നേരെ പോരാ സഹോദരങ്ങളെ. ദൈവം എന്റെ സഹായം എബനൈസർ എന്ന് പറഞ്ഞ് സാമുവേൽ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ഞാൻ പറയുന്നു, ആ കല്ല് ക്രിസ്തുവാണ്. എന്റെ സഹായത്തിന്റെ പാറ യേശുവാണ്. He is my present help. Jesus is my future help. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സങ്കീർത്തനം 46:1 എനിക്ക് കാണാൻ കഴിയുന്നത് മൈ ഗാഡ് ഈസ് എ പ്രസന്റ് ഹെൽപ്പ്. Psalms 46:1 ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. God is our refuge and strength. He very present help in trouble. Amen. Very present help in trouble. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സാമുവേൽ ഒരു കല്ല് നാട്ടി. ഇത് സഹായത്തിന്റെ പാറ എബനേസർ എന്ന് പേർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യൻ ഒതുങ്ങി. ശത്രുവിന് പിന്നെ കയറി വരാൻ പറ്റിയില്ല. ഇതാ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ആരും ലജ്ജിച്ചു പോകയില്ല. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ഇത് എന്റെ യേശുവാണ്. He is my Ebenezer. He is my Ebenezer. Lift your hands in heaven and sing this letter. Manuel, all the people, please listen to me. The revelation. Ebenezer, ദൈവം എന്റെ സഹായമാകുന്നു, എന്റെ സഹായത്തിന്റെ പാറ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ഈ കല്ല് മിസ്പയ്ക്കും ഷേനും മധ്യയാണ് നാട്ടിയത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് മധ്യേ ഈ സഹായത്തിന്റെ പാറ വരണം. നിന്റെ ശുശ്രൂഷയുടെ മധ്യേ ഈ സഹായത്തിന്റെ പാറ വരണം. ബന്ധങ്ങളുടെ മധ്യയിൽ 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞത്. 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികളിൽ ക്രൂശിതനായവർ. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. ഫെലിസ്ത്യ പാളയത്തിന്റെ മധ്യേ ഇറങ്ങി വന്നവൻ. ശത്രുക്ക് മേശക് അബേദ്നെഗോം എരിയുന്ന തീച്ചൂളയിൽ കിടന്നപ്പോൾ 4-മനായി അവരുടെ മധ്യേ. Jesus is my rock. യേശു എന്റെ പാറയാണ്. ആ പാറയ്ക്ക് സാമുവേൽ കൊടുത്ത പേര് എബനേസർ എന്നാണ്.
നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിന്റെ മധ്യയിൽ, നിന്റെ ശുശ്രൂഷയുടെ മധ്യയിൽ എബനേസറായ ക്രിസ്തുവാകുന്ന പാറ, സഹായത്തിന്റെ പാറ വന്നാൽ പിന്നെ ശത്രുവിന് നിന്നെ ഒതുക്കാനോ തൊടാനോ വിജയിക്കാൻ പോകാം. Your help has come. എന്റെ ഓടാത്ത പറയുന്നു, നിന്നെ ആരൊക്കെയോ സഹായിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെല്ലാം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുക. God will help you. No man, no man, no person, no denomination. Ebenezer, Ebenezer, Ebenezer. The Lord is my refuge. He is my fortress and my strength. He is my present help. He is my future help. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് പകൽ എബനേസറായി എന്റെ ഭവനത്തിനകത്ത്, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ ലൈഫിൽ കടന്നു വരട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, എന്റെ തലമുറകളെ സഹായിക്കണമേ, എന്റെ ഉപജീവനത്തെ, എന്റെ ലൈഫിനെ സഹായിക്കണമേ. ആ കരങ്ങളെ ഉയർത്തിയ എബനേസറെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ ചെറുത് ഡിക്ലെയർ ചെയ്യണം, യഹോവ ഇത്രത്തോളം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് ശമൂവേൽ കല്ല് നാട്ടി. ബൈബിൾ പറയുന്നു, ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ അവർക്ക് ഇസ്രായേലോട്ട് കേറാൻ പറ്റിയില്ല. ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി ശമൂവേൽ വാണു. എത്രയോ പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ വന്നു, എത്രയോ ഫെലിസ്ത്യന്മാർ, എത്രയോ വെല്ലുവിളികൾ. അവിടെ എല്ലാം എന്നെ കാത്ത ആരെന്നെ സഹായിക്കും. ഞാൻ ഈ ചർച്ചിൽ ഒരു ചോദ്യം, ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇമ്മാനുവൽ ഉൾപ്പെടെ, ഹെബൻ ഉൾപ്പെടെ, ഇവിടുന്ന് അങ്ങ് പുറകിൽ വരെ ജിജിപാസ് ഉൾപ്പെടെ സകലരോട് ചോദിക്കുന്നു, ആരെന്നെ സഹായിക്കും എന്ന് ഞാൻ ചോദിച്ചെടുത്ത് എന്റെ ദൈവം എനിക്ക് എബനേസറായി വന്നില്ലേ? അനുഭവിച്ചോർ ആ കരങ്ങളൊന്ന് ഉയർത്തി. നിങ്ങളെല്ലാം സഹായിക്കുന്ന കൈ കാണാൻ പോവാ. ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ യഹോവ നിന്റെ വീട്ടിനകത്ത് ഒരു എബനേസറായി വെളിപ്പെടുന്നത്. യഹോവ നിന്റെ വീട്ടിനകത്ത്, യഹോവ നിന്റെ കുടുംബത്തിനകത്ത്, യഹോവ നിന്റെ തലമുറകൾക്ക്, യഹോവ നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു എബനേസറായി വെളിപ്പെടുന്ന കാണാം. ജീവിതത്തിന്റെ ഒത്തിരി മേഖലകളിൽ നീ അത് അനുഭവിക്കാൻ പോവുക. ആരെന്നെ സഹായിക്കുമെന്ന് നീ ചോദിച്ചെടുത്ത് ഇന്ന് പകൽ എബനേസറായവൻ പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തു പോകില്ല. അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല. ചിലതൊക്കെ ഒതുക്കുന്നത്, പത്തി വിടർത്തി നിന്ന ചിലത്, തല പൊക്കി നിന്ന ചിലത്, പത്തി വിടർത്തി നിന്ന ചിലത്, തല പൊക്കി നിന്ന ചിലത് ഒതുങ്ങുന്നത് കാണാൻ പോവുക. അതിശക്തമായ ഒരു ഡെലിവറൻസിലേക്ക് ഈ അന്തരീക്ഷം നീങ്ങുകയാണ്. അതിശക്തമായ ഒരു പ്രൊഫറ്റിക് മൂവിലേക്കും ഹീലിംഗിലേക്കും ഈ അന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു എബനേസറായി വെളിപ്പെടും.
വെൽക്കം ബ്രദർ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഹന്നായുടെ ദീർഘവർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന്റെ മറുപടിയായിരുന്നു സാമുവേൽ. സാമുവേൽ എന്നൊരു മകനെ ഹന്നായിക്ക് ദൈവം കൊടുക്കുമ്പോൾ അവനൊരു പ്രവാചകനാകുമെന്നോ ഒരു പുരോഹിതനായി തീരുമെന്നോ ഒരു ന്യായപാലകനാകുമെന്നോ ജനത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനായ ഒരു ഇന്റർസീഡറായി നിൽക്കുമെന്നോ പ്രവചിക്കുമെന്നോ ഒന്നും ഹന്നയ്ക്ക് അറിയില്ല. പക്ഷെ ഹന്ന സാമുവേലിനെ ചോദിച്ചു മേടിച്ചതാണ്, പ്രാർത്ഥിച്ചു കിട്ടിയതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സാമുവേലിന്റെ ചരിത്രം ഞാനിന്ന് പ്രസംഗിച്ചു. 17-18 പോയിന്റുകൾ പറഞ്ഞിട്ടും തീരുന്നില്ലായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി ചെറുതായിരിക്കില്ല. കാത്തിരുന്ന് ലഭിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതൊരു കഥയായി തീരുന്നതാകില്ല, അതൊരു ചരിത്രമായി തീരുന്നതാകില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ ഉണ്ടാകും. കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട ഏലിമാരുള്ള കാലത്ത്, ആലയത്തിന്റെ വിളക്കണച്ച് ഉറങ്ങുന്ന പുരോഹിതന്മാരുള്ള കാലത്ത്, യാഗപീഠത്തിൽ നിന്ന് മുപ്പല്ലി കൊണ്ട് യാഗവസ്തു എടുത്ത് തിന്നുന്ന ദൈവഭയമില്ലാത്ത ഒരു ജനത ഉണ്ടായിരുന്ന കാലത്ത്, സാമുവേൽ ദൈവത്തിന്റെ ഫേവറിലും മനുഷ്യന്റെ പ്രീതിയിലും വളർന്നു വന്നതുപോലെ, ദൈവകൃപയിൽ വളർന്നു വന്നതുപോലെ, പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും അനുകൂലമല്ലാത്ത പല പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം നിങ്ങളെ അതിന്റെ മധ്യയിൽ തഴച്ചു വളരുന്ന ഒരു ദേവദാരു പോലെ, ഒരു ഒലിവ് വൃക്ഷം പോലെ ഒരു സാമുവേലാക്കി മാറ്റും. ആ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനായ രാമയിൽ ദാൻ മുതൽ ബർശേബ വരെ സാമുവേലിനെ ദൈവം നിർത്തിയതുപോലെ നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ ഒരു വിശ്വസ്ത ദൈവപുരുഷനായി, ഒരു വിശ്വസ്ത ശുശ്രൂഷകയായി, ഒരു സഹോദരിയായി, സഹോദരനായി ദൈവം നിങ്ങളെ മാനിക്കും. ഫിലിസ്ത്യന്മാർ ആക്രമിക്കുമ്പോൾ ഷേനും മിസ്പയ്ക്കും ഇടയിൽ സാമുവേൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ദൈവം എന്റെ സഹായം. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ആദ്യം നന്ദി പറയുകയാണ്. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറായാൽ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ, തലപൊക്കി നിൽക്കുന്ന പലതിന്റെയും പത്തി താഴ്ത്തുന്നു. ആദ്യം പറയേണ്ടത് പരാതിയല്ല, ആദ്യം പറയേണ്ടത് പ്രതിസന്ധിയല്ല. വാ തുറന്ന് പറയോ, എന്റെ ദൈവം ഇത്രയും പ്രതികൂലത്തിന്റെ നടുവിൽ, ഇത്രയും വെല്ലുവിളികളുടെ നടുവിൽ, ഇത്രയും അസൂയാലുക്കളുടെ നടുവിൽ, ഇത്രയും ശത്രുക്കളുടെ നടുവിൽ, ഇത്രയും പഹയന്മാരുടെ നടുവിൽ, ഇത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുള്ളവരുടെ നടുവിൽ എന്റെ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം നടത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ പറ്റും, എനിക്കും പറയാൻ പറ്റും. The Lord is my Ebenezer. എന്റെ ദൈവം എനിക്ക് എബനൈസറാ. എന്നെ സഹായിച്ച പാറയാ, എന്നെ നിലനിർത്തിയ പാറയാ. അതിന്റെ മധ്യേ ആ പാറ നാട്ടിയതുപോലെ എനിക്കും നിങ്ങൾക്ക് മധ്യേ നിൽക്കുന്ന പാറയാണ് ക്രിസ്തു. സ്നേഹത്തിന്റെ പാറ, കരുതലിന്റെ പാറ, സഹായത്തിന്റെ പാറ, നിത്യജീവന്റെ പാറ, പിളർന്നതാം പാറ. ആ പാറയ്ക്കകത്ത് മറഞ്ഞാൽ ശത്രുവിന് നിന്നെ കാണാൻ കഴിയില്ല. അതൊരു വലിയ പ്രൊട്ടക്ഷനാ, വലിയൊരു പ്രൊട്ടക്ഷനാ. ആ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല പൈശാചിക ഗോപുരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ. യഹോവ എബനൈസറായി നിങ്ങൾക്കായി വെളിപ്പെടട്ടെ. നിങ്ങളുടെ തലമുറയെയും നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം മാനിക്കട്ടെ. ആ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചേ. എബനൈസറേ, Ebenezer, can you please